നമസ്കാരം. ഇറാന് നേരെയുള്ള യുദ്ധം വഴിത്തിരിവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അമേരിക്ക ആഗ്രഹിച്ചിട്ടും ട്രംപ് തൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങിയത് ഇറാനോടാണ്. എല്ലാ അർത്ഥത്തിലും ട്രംപ് ഒത്തുതീർപ്പിന് ശ്രമിച്ചു. ഒടുവിൽ ട്രംപ് ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഭീഷണി കൊണ്ടും സമ്മർദ്ദം കൊണ്ടും ഒന്നും നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ട്രംപ് 1 മാസം വേണമെങ്കിലും വെടിനിർത്താം, നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇറാൻ വഴങ്ങുന്നില്ല. ഇറാൻ ആക്രമണം തുടരുകയാണ്. ഇറാൻ്റെ ആക്രമണം കൊണ്ട് ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്നത് GCC രാജ്യങ്ങളാണ്. സൗദി അറേബ്യയും ഖത്തറും കുവൈറ്റും ബഹ്റൈനും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളെ കൃത്യമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഈ രാജ്യങ്ങൾ വലിയ തോതിൽ പ്രതിരോധം സൃഷ്ടിച്ചിട്ടും ബോംബുകളുടെയും മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങളൊക്കെ വീണ് മരണം സംഭവിക്കുന്നു. UAEയിൽ മാത്രം 11-12 പേർ ഇതുവരെ കൊല്ലപ്പെട്ടു. ഇന്നലെ 2 പേർ മരിച്ചതുൾപ്പെടെ. അങ്ങനെ വലിയ തോതിൽ ആക്രമണമുണ്ടാകുന്നു. ബഹ്റൈനിൽ സ്ഥിതി അതീവ ദയനീയമാണ്. ബഹ്റൈനിൽ അനേകം ബോംബുകളും മിസൈലുകളും ഡ്രോണുകളും ഇതിനകം വീണിട്ടുണ്ട്. എന്തിനേറെ അയൺ ഡോമിൽ അഭിമാനിച്ചിരുന്ന ഇസ്രായേലിലേക്ക് എത്ര ബോംബുകൾ വീണു എന്നവർക്ക് തന്നെ നിശ്ചയമില്ല. ബാലിസ്റ്റിക് മിസൈലുകൾ വന്നു പതിക്കുന്നു. വലിയ നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. മറ്റൊരു വിയറ്റ്നാമാകുമോ എന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. ട്രംപ് പഠിച്ച പണി 18 നോക്കി അവസാനിപ്പിക്കാൻ. പക്ഷേ ഇറാൻ വഴങ്ങുന്നില്ല. ഈ യുദ്ധം ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് ട്രംപ് പറയുമ്പോഴും വിജയിച്ചത് ഞങ്ങളാണെന്ന് ഇറാൻ പറയുന്നു. ട്രംപ് ഇടയ്ക്കിടയ്ക്ക് വളരെ വിചിത്രമായ പലതും പറയാറുണ്ട്. പല ഭീഷണികളും മുന്നറിയിപ്പുകളും കൊടുക്കാറുണ്ട്. 24 മണിക്കൂറിനകം തകർത്തുകളെയും തീർത്തുകളെയും ഒക്കെ പറഞ്ഞിട്ടുണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. ട്രംപ് തൻ്റെ വാക്കുകൾ പിൻവലിക്കേണ്ടി വരുന്നു. ഇന്നലെ ട്രംപ് പറഞ്ഞ ഏറ്റവും വിചിത്രമായ വാദം, തന്നോട് ഇറാൻ്റെ പരമാധികാരിയാവാൻ ആവശ്യപ്പെട്ടു ഇറാൻ എന്നാണ്. അതായത് അയത്തുള്ള അലി ഖൊമൈനി കൊല്ലപ്പെട്ടപ്പോൾ, അതായത് അമേരിക്കയും ഇസ്രായേലും കൊന്നുകളഞ്ഞപ്പോൾ ഇറാൻ്റെ ഭരണ ചുമതല ഏറ്റെടുക്കണമെന്ന് ട്രംപിനോട് ഇറാൻ ആവശ്യപ്പെട്ടു. താനത് വിസമ്മതിച്ചു എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള വിചിത്രമായ പല വാദങ്ങളും ട്രംപ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാൻ ഒത്തുതീർപ്പിന് വന്നു എന്ന് പറയുന്നത് പോലും ഇത്തരം വിചിത്രമായ വാദങ്ങളിൽ പെടും. ഇതിനിടയിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത, ട്രംപിൻ്റെയും അമേരിക്കയുടെ മുമ്പിൽ ഇനി തോറ്റു പിന്മാറാൻ സാധ്യമല്ല. ഇടയ്ക്ക് വെച്ച് യുദ്ധം അവസാനിപ്പിച്ച് മടങ്ങുക ചിന്തനീയമല്ല. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിച്ചു പോന്നാൽ GCC രാജ്യങ്ങളുടെ ഭാവി അപകടത്തിലാവും. അവർ ഒരു വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയായിരുന്നു ഇറാനുമായുള്ള ഊഷ്മള ബന്ധം. അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ ഉൾപ്പെടുത്തി തരക്കേടില്ലാതെ മുമ്പോട്ട് പോവുകയായിരുന്നു. അടിസ്ഥാനപരമായി GCC രാജ്യങ്ങളെ തകർക്കുക എന്നത് ഇറാൻ്റെ ലക്ഷ്യമാണെങ്കിലും നേരിട്ടുള്ള ഒരു യുദ്ധത്തിനും ബുദ്ധിമുട്ടിനും അവർ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ അതിനവർ ശ്രമിച്ചു. അതിൻ്റെ ആഘാതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ മുറിവേറ്റ സിംഹത്തെ പോലെ ഇറാനെ ഉപേക്ഷിച്ച് പിന്മാറിയാൽ സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ പ്രതിസന്ധിയിലാകും. ഒരുപക്ഷെ നാളെ ഈ രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ പോലും ഇറാൻ ശ്രമിച്ചെന്ന് വരാം. അതുകൊണ്ട് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനെ തീർത്തിട്ട് പോയാൽ മതിയെന്നാണ്. അമേരിക്ക പറയുന്നു, ഇറാൻ്റെ സൈനിക സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന്. അങ്ങനെ അമേരിക്ക പറയുമ്പോഴും ഇറാൻ തുടർച്ചയായി മിസൈലുകൾ വർഷിക്കുന്നു ഇസ്രായേലിലേക്കും GCC രാജ്യങ്ങളിലേക്കും. അതുകൊണ്ട് തന്നെ ആ അവകാശവാദങ്ങളൊന്നും ശരിയല്ല എന്ന് വ്യക്തമാണ്. ഇറാൻ്റെ മിസൈൽ ശേഖരം ഇതുവരെ അവസാനിച്ചിട്ടില്ല. യുദ്ധം 28ാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടും ഒരു ദിവസം പോലുമില്ലാതെ ഇറാൻ മിസൈൽ വർഷിച്ചുകൊണ്ടിരിക്കുന്നു, ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ റഷ്യയുടെ സഹായം ഇറാന് കിട്ടുന്നു എന്ന ആരോപണം ഉയരുന്നുണ്ട്. റഷ്യ അത് സഹായിച്ചെങ്കിലും ഡ്രോണുകളടക്കമുള്ള ആയുധ സന്നാഹങ്ങൾ ഇറാന് റഷ്യ കൈമാറുന്നു എന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ആശങ്കപ്പെടുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി എന്താണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി? ട്രംപ് തലപുകഞ്ഞാലോചിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചതുപോലെ ജനങ്ങൾ ഇറാൻ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വന്നില്ല. ഇത്തരം പശ്ചാത്തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ അവസാനിപ്പിച്ച് പിന്മാറാമെന്ന് ട്രംപ് വിചാരിച്ചാലും ഗൾഫ് രാജ്യങ്ങൾ പിണങ്ങും. ഗൾഫ് രാജ്യങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതുപോലെ പൊടുന്നനെ ഒരു സുപ്രഭാതത്തിൽ പിന്മാറുക സാധ്യമല്ല. അവിടെയാണ് അന്തിമ യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കാജനകമായ സൂചനകൾ പുറത്തു വരുന്നത്. അതായത് ട്രംപിൻ്റെ മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ല. ഏറ്റവും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുക, ബോംബ് വർഷം നടത്തുക. ഇപ്പോൾ പ്രധാനമായും യുദ്ധം ചെയ്യുന്ന ഇസ്രായേലാണ്. ഇസ്രായേൽ മാത്രം യുദ്ധം ചെയ്യുമ്പോൾ അറബ് രാജ്യങ്ങളിൽ ഒരു ഏകത ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അമേരിക്ക അതിൻ്റെ പിതൃത്വം അവകാശപ്പെടുന്നത് മാത്രം. എന്നാൽ അമേരിക്ക കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് യുദ്ധം നടത്തുക, വലിയ തോതിൽ ബോംബ് വർഷിക്കുക, ഇറാൻ്റെ എല്ലാ സന്നാഹങ്ങളും തച്ചുടയ്ക്കുക,
ടെഹ്റാൻ നഗരത്തെ ചുട്ടുചാമ്പലാക്കുക, അങ്ങനെ ഇറാന് എണീറ്റ് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ നഷ്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ സൈനിക വിന്യാസം നടക്കുന്ന റിപ്പോർട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള അമേരിക്കൻ താവളങ്ങളിൽ നിന്നും വലിയ തോതിൽ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അങ്ങനെ വലിയ തോതിൽ ഇറാനെ ആക്രമിക്കുക, വ്യോമാക്രമണം നടത്തുക, നേരിട്ട് ബോംബാക്രമണം നടത്തുക, ഇതാണ് ഒരു വശം. മറ്റൊരാലോചന കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക. കാർഗ് ദ്വീപാണ് ഇറാൻ്റെ എണ്ണ നിക്ഷേപത്തിൻ്റെ കേന്ദ്രം. 90% എണ്ണ കയറ്റുമതിയും കാർഗിലാണ്. അതിനുവേണ്ടിയുള്ള നീക്കം നടത്തുന്നു. അതുപോലെ തന്നെ ഹോർമോസ് കടലിടുക്കിനെ ഇറാൻ നിയന്ത്രിക്കുന്നത് ലാറാക്ക് എന്ന ദ്വീപിൽ നിന്നാണ്. ഈ ലാറാക്ക് ദ്വീപിൽ നിന്നാണ് ഇതിൻ്റെ നിയന്ത്രണം മുഴുവൻ. ലാറാക്ക് ദ്വീപും കാർഗിനൊപ്പം പിടിച്ചെടുക്കാൻ അമേരിക്ക നീക്കം നടത്തുന്നു. വലിയ സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് പട്ടാളക്കാരെ അതിനുള്ള തയ്യാറെടുപ്പിലായി അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നു. ഗ്രൗണ്ട് ഇൻവേഷൻ ഉടനടി ഉണ്ടാവും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഗ്രൗണ്ട് ഇൻവേഷൻ നടത്തുമ്പോൾ അത് സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. അമേരിക്കൻ ചാരസംഘടന അടക്കം, പെൻറ്റഗൺ അടക്കമുള്ളവർ ആശങ്കയിലാണ്. അവർ പറയുന്നത് നമുക്ക് തലയൂരാമെന്നാണ്. എന്നാൽ അങ്ങനെ തലയൂരാൻ കഴിയാത്തൊരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. ഇവിടെയാണ് ലോകം ആശങ്കപ്പെടുന്നത്. അണുയുദ്ധത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. രണ്ടാം ലോകമഹായുദ്ധം, നമ്മുടെയൊക്കെ കാർന്നോന്മാർ ചെറുപ്പക്കാരായിരുന്ന സമയത്തോ അല്ലെങ്കിൽ ജനിച്ച സമയത്തോ ആണ് രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാവുന്നത്. നമുക്കറിയാം 3/4 നൂറ്റാണ്ടിന് മുമ്പുണ്ടായ രണ്ടാം ലോകമഹായുദ്ധം, ആ യുദ്ധം അവസാനിച്ചത് അമേരിക്ക ജപ്പാനിൽ ബോംബിട്ടുകൊണ്ടാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബിട്ടു. ഈ അണുബോംബ് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് അന്നും ഇന്നും ചിന്തയുണ്ട്. യുദ്ധം ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടമായിരുന്നു. അമേരിക്ക പേൾ ഹാർബർ ആക്രമണത്തിൻ്റെ ഭാഗമായി പക വീട്ടിയതാണ്. അമേരിക്കയിലിരിക്കുന്ന അണുബോംബ് പരീക്ഷിക്കാൻ അവരൊരു അവസരം ഉപയോഗിച്ചു എന്ന് മാത്രം. അണുബോംബുണ്ടാക്കിയ നാശനഷ്ടം എത്രയാണെന്ന് ഇന്നും ലോകത്തിന് കണക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു, ആയിരക്കണക്കിന് മനുഷ്യർ അംഗവിഹീനരായി, എത്രയോ തലമുറകൾ ഇതിൻ്റെ പാപഭാരം ഏറ്റുവാങ്ങുകയാണ്. അന്നുണ്ടായ റേഡിയേഷനെ തുടർച്ച ഇപ്പോഴും ജപ്പാനിൽ അംഗവിഹീനരായ മനുഷ്യർ ജനിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, ആ അണുബോംബ് വീണപ്പോൾ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഉണ്ടായ നാശത്തിനപ്പുറത്തേക്ക് ലോകത്ത് നാനാഭാഗത്തേക്ക് ഇത് പടർന്നു. ഉദാഹരണത്തിന്, കറുത്ത പുകച്ചെരുകൾ മേഘങ്ങളായി മാറുന്നു. ആ മേഘങ്ങൾ കിലോമീറ്ററോളം സഞ്ചരിക്കുന്നു. അവ കറുത്ത മഴയായി പെയ്യുന്നു. പിന്നീട് തീമഴയായി മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീമഴയും കറുത്ത മഴയുമൊക്കെ ജപ്പാൻ്റെയും പരിസര പ്രദേശത്തെയും പതിവായിരുന്നു. ഇത് ആവർത്തിക്കുമെന്ന ആശങ്കയാണ് ലോകത്തിന് ഇപ്പോഴുള്ളത്. അണുബോംബുണ്ടാകുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് 3/4 നൂറ്റാണ്ട് വലിയ പഠനങ്ങൾ നടന്നു. അന്നത്തെ അണുബോംബ് അല്ല ഇന്നത്തെ അണുബോംബ്. അന്നത്തെ അണുബോംബിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു, സാങ്കേതികവിദ്യ കുറവായിരുന്നു. എന്നാൽ ഇന്ന് 3/4 നൂറ്റാണ്ട് കൂടി ലോകം മുമ്പോട്ട് പോയപ്പോൾ, നിർമ്മിതി ബുദ്ധിയുടെ കാലത്തെത്തിയപ്പോൾ, ഇൻ്റർനെറ്റ് അടക്കമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വന്നപ്പോൾ അണുബോംബിൻ്റെ ശക്തിയും തീവ്രതയും കൂടിയിരിക്കുന്നു. അണുബോംബ് ലോകാവസാനത്തിന് തന്നെ കാരണമായേക്കുമെന്നാണ് ഭയപ്പെടുന്നത്. ഇറാനിൽ അണുബോംബിടുകയല്ലാതെ ഇറാൻ അടങ്ങുകയില്ലെങ്കിൽ അമേരിക്ക കടുംകൈ ചെയ്യും എന്നാണ് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. കാരണം ഇറാനെ അവിടേക്ക് കടന്നു കയറി ആക്രമിച്ച് ഇല്ലാതാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പോൾ വ്യോമാക്രമണത്തിലൂടെ അവരെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പട്ടാളമോ ഇസ്രായേൽ പട്ടാളമോ അവിടേക്ക് കടന്നു കയറിയാലും അവസാനിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് അഭിമാനം കാക്കാനുള്ള ഏക വഴി അണുബോംബിടുകയാണ്. അങ്ങനെ അണുബോംബിട്ടാൽ അത് ഇറാനെ മാത്രമല്ല ബാധിക്കും. ഇറാനിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇല്ലാതാകും. ഇറാൻ പൂർണ്ണമായും പട്ടിണിയിലാവും. ഇറാൻ എന്ന രാജ്യം പൂർണ്ണമായും അവസാനിക്കും. പക്ഷേ ഇറാനിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അവിടെയുണ്ടാകുന്ന അണുവികരണം അയൽ രാജ്യങ്ങളിലേക്ക് പടരും. സൗദി അറേബ്യയിലേക്കും ഖത്തറിലേക്കും കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും UAE-യിലേക്കുമൊക്കെ അണുവികരണം വരാം. മാത്രമല്ല, അവിടുത്തെ കാർമേഘങ്ങൾ, ഈ പറയുന്ന അണുബോംബിൻ്റെ ഭാഗമായി രൂപപ്പെടുന്ന കറുത്ത കാർമേഘങ്ങൾ, അവ ഏത് സ്ഥലത്തേക്കും സഞ്ചരിക്കാം, കിലോമീറ്ററുകളോളം സഞ്ചരിക്കാം. അവ മഴയായി പെയ്യാം. അറബ് രാജ്യങ്ങൾ മുഴുവൻ നശിച്ചു പോകുന്ന സാഹചര്യം രൂപപ്പെടാം. അറബ് രാജ്യങ്ങൾ മാത്രമല്ല, ഇങ്ങ് ഇന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും ഒക്കെ പോലും ഇതിൻ്റെ ചലനമുണ്ടാവാം. കാരണം നമ്മൾ അയൽപക്കക്കാരാണ്. ഇത്തരത്തിൽ വലിയ മഹാദുരന്തത്തിന് അത് കാരണമാകാം. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിക്കാം. ഇതുണ്ടാക്കുന്ന ദുരന്തമഴ നമ്മുടെയൊക്കെ ജീവൻ അവസാനിപ്പിക്കാം. വലിയ തോതിൽ തലമുറകളെ തന്നെ ഇല്ലാതാക്കാം. ഒരുപക്ഷെ ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഭയാനകമായ ഒരു ദുസ്വപ്നമായി ഇത് മാറിയെന്ന് വരാം. അത്തരമൊരു സാഹചര്യം മാനവകുലത്തെ തന്നെ ഇല്ലാതാക്കും. ലോകമഹായുദ്ധമായി, ലോകാവസാനമായി മാറും. നമ്മളൊക്കെ ലോകാവസാനത്തെക്കുറിച്ച് ഇപ്പോഴും പേടിയോടുകൂടി സ്വപ്നം കാണാറുണ്ട്. സ്വപ്നത്തിലൊക്കെ ലോകാവസാനം സംഭവിക്കും. വലിയ തീ പടർന്നു പിടിക്കുന്നതും നമുക്കാർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം നമ്മുടെ എല്ലാം ചുറ്റിനും തീ പടരുന്നതുമൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്. ലോകാവസാനത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഭയമാണത്. ലോകത്തിൻ്റെ ഒരറ്റത്തുനിന്ന് തീ പിടിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എവിടേക്ക് ഓടിയാലും ആ തീ പടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ലോകം അവസാനിക്കും എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നു. അങ്ങനെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നു എന്ന് വേണം വാസ്തവത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒരു പരിഹാരവുമില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ ഭയപ്പെടാൻ.
ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ, ഇറാൻ്റെ മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ലാതെ വരുമ്പോൾ, ഇറാൻ അവസാനത്തെ ആളും മരിക്കുന്നത് വരെ പോരാടാൻ ഇറങ്ങുമ്പോൾ, പിന്നെ അമേരിക്കയ്ക്ക് മാനം രക്ഷിക്കാൻ മറ്റു വഴിയൊന്നുമില്ല. ലോകം തന്നെ അവസാനിപ്പിക്കുന്ന സാഹചര്യം രൂപപ്പെടുമോ എന്ന് മനുഷ്യർ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ ലോകം ആശങ്കപ്പെടുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും അണുവായുധമുണ്ട്. ഈ അണുവായുധം അറ്റകൈ പ്രയോഗമാണ്. ഒരു വ്യക്തിയെപ്പോലെ തന്നെയാണ് രാജ്യവും. അവരുടെ ആത്മാഭിമാനം മുറിപ്പെടുമ്പോൾ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ എന്തും ചെയ്തെന്ന് വരാം. എന്തായാലും ലോകം ആശങ്കയിലാണ്. ഒരു അണുയുദ്ധത്തിലേക്ക് ലോകം മാറാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.